നമ്മൾ സാധാരണ വിചാരിക്കാറുള്ളത് വിവരമില്ലാത്തവരോ അല്ലെങ്കിൽ അത്യാഗ്രഹമുള്ളവരോ ആണ് കൂടുതൽ ഓൺലൈൻ തട്ടിപ്പുകളിൽ പോയി പെടുന്നുവെന്ന്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയാണോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ? നിങ്ങൾക്കറിയാമോ വലിയ വലിയ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IAS ഓഫീസർമാർ വരെ ഈ ഒരു തട്ടിപ്പുകാർക്ക് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരറിയാണ്ട്. ഇവർക്കൊക്കെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ സംഭവിക്കുന്നത്? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ബുദ്ധിയല്ല ഇങ്ങനത്തെ ആൾക്കാർ ചൂഷണം ചെയ്യുന്നത്. പകരം ഓൺലൈൻ ഹാക്കർമാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ മനസ്സിനെയാണ് ചൂഷണം ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇത് എല്ലാ ആൾക്കാർക്കും, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം ഇത് നിങ്ങൾ അറിയണം, ഇതെങ്ങനെയാണ് പറ്റിക്കപ്പെടുന്നത്, ഇതിൻ്റെ സൈക്കോളജി എങ്ങനെയാണ്, ഇത് ആരൊക്കെയാണ്, ഇത് എതിലൂടെയാണ് പറ്റിക്കപ്പെടുന്നത്, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അമേരിക്കയിലെ ഒരു സർവേ പ്രകാരം 90% ആൾക്കാരും അവിടെ വിചാരിച്ച് വെച്ചേക്കുന്നത് വെച്ചാൽ നമ്മളെ തട്ടിപ്പൊന്നും ബാധിക്കത്തില്ല, നമുക്ക് തട്ടിപ്പുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്. എന്നാൽ അങ്ങനെയാണോ? അതിൽ 27% ആൾക്കാരും ഇതിനകം ചതിക്കപ്പെട്ടവരാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഒറ്റ കാരണമുള്ള അമിത വിശ്വാസം. നമുക്കെല്ലാവർക്കും കാണും, പലവർക്കും കാണും നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഈ അമേരിക്കയിൽ നടന്ന സർവേയും 27% ആൾക്കാരും പറ്റിക്കപ്പെട്ടതെന്ന് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ പുറകിലുള്ള സൈക്കോളജി, എങ്ങനെയാണ് ആൾക്കാരെ ഇവർ ട്രാപ്പിലാക്കുന്നുള്ള ഒരു സൈക്കോളജി ഉറപ്പായിട്ടും അറിയിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അമിത്കാരെ ഹൈജാക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്കായി അല്ലെങ്കിൽ പോലീസുകാർ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് പീഡിപ്പിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ചിന്താശക്തി അവിടെ പകുതിയായിട്ട് കുറയും. ആ ഒരു സമയത്ത് നമ്മൾ എത്ര വലിയ ഷാർപ്പുള്ള ബ്രെയിനുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോകും. രണ്ടെങ്ങനെ അതോറിറ്റി ബയാസ്. പെട്ടെന്നൊരു ബാങ്കിൻ്റെ ലോഗോയോ അല്ലെങ്കിൽ പോലീസിൻ്റെ യൂണിഫോമോ കണ്ടാൽ നമ്മൾ തന്നെ അറിയാണ്ട് വിശ്വസിച്ചു പോകും ഇത് ഉള്ളതാണെന്ന്. പക്ഷേ ഇത് വെറും ഒരു കുറുക്കുവഴി മാത്രമാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഈ ഒരു കുറുക്കുവഴി ഉപയോഗിച്ച് ലോകത്ത് ഞെട്ടിച്ച ഒരു തട്ടിപ്പ് ഈ അടുത്ത് നടത്തും. എന്താണെന്നറിയാമോ? ലോക പ്രശസ്തമായ അരൂപ് എന്ന കമ്പനിയാണ് ഈ ഒരു തട്ടിപ്പിന് ഇടയായത്. ആ ഒരു കമ്പനിക്ക് ഏകദേശം 200 കോടിയിലധികമാണ് നഷ്ടമായത്. വെറും ഒരു വീഡിയോ കോളിലാണ് ആ ഒരു തട്ടിപ്പ് നടന്നത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു വീഡിയോ കോളിൽ ആ ഒരു കമ്പനിയുടെ ബോസിൻ്റെയും സഹപ്രവർത്തകരെയും കണ്ട് പണം കൈമാറി. പക്ഷേ ആക്ച്വലി അതൊരു വീഡിയോ കോളായിരുന്നു. യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ ഉള്ളത് യഥാർത്ഥ ബോസ് അല്ലായിരുന്നു ആ കമ്പനിയുടെ. അത് വെറും നിർമ്മിച്ച ഡീപ്പ് ഫേക്ക് രൂപങ്ങൾ മാത്രമായിരുന്നു. എന്തിന്, ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫസർ പോലും വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത്? ഇന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന് കരുതിയോ അല്ലെങ്കിൽ നമ്മൾ വലിയ ഷാർപ്പാണ്, നമ്മുടെ ബ്രെയിൻ ഷാർപ്പാണ്, നമുക്കെല്ലാം കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നോ പറഞ്ഞിരുന്നാൽ അതിനുള്ള ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം നമുക്കിതിൻ്റെ സൊല്യൂഷനാണ് വേണ്ടതല്ലേ? അപ്പം നിങ്ങൾക്ക് പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു 6 സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പാണ് പോസ് ഫോർ 10 സെക്കൻഡ്. പെട്ടെന്നൊരു ലിങ്ക് വന്നാലോ, പെട്ടെന്നൊരു കാര്യം, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോട്ടോ ഒരു ലിങ്ക് വരുന്നത്. അവർ പറയും 10 സെക്കൻഡേ ഉള്ളൂ, 5 സെക്കൻഡേ ഉള്ളൂ, നിങ്ങൾ പെട്ടെന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചെയ്യണമെന്ന് പറയും. ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യേണ്ടി. നിങ്ങൾ അത് നല്ല രീതിയിൽ വായിച്ച് നോക്കി ഒരു 10 സെക്കൻഡെങ്കിലും മിനിമം എടുത്ത് വായിച്ച് നോക്കിയിട്ട് വേണം കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് ലിങ്ക് വരുമോ, നിങ്ങളുടെ വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ബാങ്കിൽ നിന്ന് ലിങ്ക് വരുമോ? ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ്ലി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സൈറ്റിലോട്ട് പോകാൻ നോക്കല്ലേ. അല്ലെങ്കിൽ അത്രമാത്രം ഉറപ്പായിരിക്കണം ആ ഒരു ലിങ്ക് കറക്റ്റ് ആണെന്ന്. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ആ ഒരു ബാങ്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി തുറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബി എ ഡിറ്റക്റ്റീവ്. നമ്മൾ തന്നെ നമ്മുടെ ഒരു ഡിറ്റക്റ്റീവ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു ലിങ്ക് വരുമ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു സ്പെല്ലിംഗ് നോക്കണം, ലിങ്കിലെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ആമസോൺ എന്ന് പറയുന്ന ആ ഒരു എക്സാക്റ്റ് വേർഡ് തന്നെ ആണോ അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇസഡ് ക്യാപിറ്റലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് ക്യാപിറ്റലോ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നിയാൽ അവിടെ നിർത്തണം. അപ്പം അതാണ് മൂന്നാമത്തെ പോയിന്റ്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഡബിൾ ലോക്ക്. നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷനും, ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ റീസെൻ്റ്ലി നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ഇട്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് നിങ്ങളുടെ ജിമെയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാത്തിനും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മസ്റ്റായിട്ട് ഇപ്പം തന്നെ പോയി ഇടുക. ആരെങ്കിലും ഇതുവരെ ഇട്ടിട്ടില്ലെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇടാൻ ശ്രമിക്കുക. ഒത്ത ഒരു റീസൺ ആണ് നോ ഫ്രീ മണി.
നമ്മൾ പെട്ടെന്ന് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പിൻ ദ വീലോ, അല്ലെങ്കിൽ എന്താ ക്യാഷ് പ്രൈസ് അടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ വേറൊരു തട്ടിപ്പ്. അപ്പൊ നമ്മളെന്താ, ഓ നമുക്ക് പൈസ അടിക്കാൻ പോവാണ്, നമുക്ക് ഇങ്ങനെ നമുക്ക് ലക്ഷപ്രഭു ആവാൻ പോകുന്ന കേൾക്കാൻ നമ്മൾ പെട്ടെന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യും. അവന്മാര് എല്ലാം നമ്മളെ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം അതും സൂക്ഷിക്കണം. അത് എപ്പോഴും നമ്മുടെ മൊബൈലിലൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അപ്പം അതും നിങ്ങൾ ശ്രദ്ധയായിട്ടിരിക്കണം. ഇതാണ് OTP. OTP ഈസ് യുവർ കീ എന്ന് ഞാൻ പറയും. OTP എന്ന് വെച്ചാൽ ഒരു വീടിന്റെ താക്കോല് പോലെയാണ്. നിങ്ങൾക്കൊരു OTP വരിക. ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ജസ്റ്റ് മൊബൈൽ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു OTP വരിക. അപ്പം അവർ പറയുക ആ ഒരു OTP എന്താണ് അടിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. ഒരിക്കലും നിങ്ങൾ ആ ഒരു OTP കൊടുക്കരുത്. OTP നമ്മൾ അടിച്ചു കൊടുക്കേണ്ട സമയം നിങ്ങൾക്ക് തന്നെ അറിയിക്കും. അത് ഏത് സമയത്താണ് OTP അടിച്ചു കൊടുക്കേണ്ടത്. നമുക്കറിയാം, ഒരു കമേഴ്ഷ്യൽ സൈറ്റിൽ കയറുമ്പോൾ അവർ ചോദിക്കും, OTP അടിക്കാൻ പറയും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾ OTP കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ സ്കാമേഴ്സ് ഉണ്ട്. പെട്ടെന്ന് ഒരു ലിങ്ക് അയച്ചു തരാനായിട്ട് ഒരു OTP വരും. അപ്പോൾ അവർ പറയും OTP പറഞ്ഞു കൊടുക്കാൻ പറയും. ആ ഒരു OTP നിങ്ങൾ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ വരുന്നതല്ലേ. നമ്മളത് വിചാരിക്കത്തില്ല പെട്ടെന്ന്. ഇതെല്ലാം നിങ്ങൾ പെട്ടെന്ന് 2 സെക്കൻഡിനുള്ളിലേക്ക് സംഭവം അവർ നടത്തിപ്പോകുന്നു. അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അഡ്വൈസാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ലിങ്ക് വരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കാണാത്തയോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത എന്തെങ്കിലും ഒരു ലിങ്കോ സൈറ്റ് എന്തെങ്കിലും നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഒന്ന് വരികയാണെങ്കിൽ ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് ചോദിക്കുക. ഒന്നെങ്കിൽ വീട്ടുകാരടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ. അപ്പോൾ മുതിർന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ കുട്ടികൾക്കോ ഇച്ചിരി അറിയാവുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾക്കാരടുത്തോ ഒന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ ഓക്കെ. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുക. ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ഗതി വരാണ്ടിരിക്കട്ടെ. ഞാൻ ഓൾറെഡി ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇത് എല്ലാവർക്കും ഒരു എന്താണ് ഈ ഒരു കമ്പനിയുടെ കാര്യം പാഠമാണ്. ലൈക്ക് ആ ഒരു കമ്പനി മാത്രമല്ല, കുറേ സ്കാമുകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഓൺലൈൻ സ്കാമിൻ്റെ പൂരമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഇവിടെ വരെയുള്ള നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ വീഡിയോയിലൂടെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും വീഡിയോ കാണാൻ പറ്റണം എന്നൊരാഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും നേരിടുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ അങ്ങനെ വരുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ കൂടുതൽ എൻ്റെ യൂട്യൂബിൽ ഇടാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടാൻ ശ്രമിക്കുന്നത്. പിന്നെ എൻ്റെ ചില ഒപ്പീനിയൻ ആയിട്ടുള്ള കാര്യങ്ങളും കാണും. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം അതുപോലെ തന്നെ കുറ്റം കുറവുകളൊക്കെ കാണും. അപ്പം നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടോ, ഞാൻ എന്തെങ്കിലും എൻ്റെ വോയിസിൽ ചേഞ്ച് വരുത്തണോ, എന്തെങ്കിലും എൻ്റെ എഡിറ്റിംഗ് ചേഞ്ച് വരുത്തണോ. കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. ഞാൻ ഈ ഒരു സോഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു കമൻറ്റ് കൂടെ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. അതാകുമ്പോൾ എനിക്കും ഗ്രോ ആവാൻ പറ്റും. എൻ്റെ ലൈക്ക് എനിക്ക് എവിടാ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ചിട്ട് അടുത്ത വീഡിയോ ഇച്ചിരി ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്നതാണ് അതൊക്കെ. അപ്പം നിങ്ങളുടെ വിലയേറിയ ഒപ്പീനിയൻ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഓക്കെ ഗൈസ്, ഇന്നത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും